ഹലോ ഹലോ ആ ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഇത് സ്കൂളിൽ നിന്ന് മാഷാണ്. ആ എന്താണ്? ഹലോ പറയ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കണുണ്ട്, പറയ്. ഇത് +1 അല്ലേ? +1 അഡ്മിഷൻ എടുത്ത കുട്ടിയല്ലേ? ആണെങ്കി ഈടോ ഒരു കാര്യം പറയുമ്പോ നിന്റെ തമാശ നിർത്തടോ. തമാശ ഇങ്ങള് കൊറേ കാലായിക്കണ് മനുഷ്യനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വടിയാക്കണ്. അതേമാതിരി സംസാരിക്കണ നിനക്കറിയോ? ആരോട് നീ സംസാരിക്കണ അറിയോ? ഇതാരാണ്? ഇത് നീ ഏതാണ്? നീ ഏത് സ്കൂളിലാണ്? വെറുതെ മേത്തേക്ക് എടുക്കാൻ കണ്ട, ഞാൻ പറഞ്ഞുതരാം. നീ വെറുതെ എന്നെ കൊണ്ട് ചൊറുണ്ടാക്കാൻ. ഞാൻ ലത്തീഫ് മാഷാണ്, നിന്റെ തുണക്കാരൻ. നിന്റെ ചെക്കന്മാരോട് സംസാരിക്കണ മാതിരി എന്നോട് നീ സംസാരിക്കണ്ട കേട്ടോ. നിന്റെ വീട്ടിൽ കയറി ഞാൻ പൊക്കും, വീട്ടിൽ കയറി പൊക്കും ഞാൻ. ഇജേ വല്ലാതെ മെയിൻ ആവണ്ട് ചങ്ങായി. ഇജ് വിളിച്ച് റോങ് നമ്പർ ആയിക്കൊണ്ട് വിളിച്ചാണ്ടല്ലോ, അടിച്ചു ഞാൻ പന്നി. ഹലോ, നീ ആരോടാ സംസാരിക്കുന്നത്? നീ ഏതാടാ പന്നി? ഹലോ, എന്തി? നീ ഒരു മാഷിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണ മാറിയിട്ട് നീ പന്നിന്നൊക്കെ വിളിക്കണേ? ആരാണ് ഇങ്ങോട്ട് വിളിച്ച് മട്ടിച്ച? കൊറേ ദിവസമായിക്കണ് കേക്കണത്. നിന്റെ ക്ലാസ്സിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം. നിങ്ങൾ 18 കുട്ടികളായി, എത്ര പേര് വിളിച്ചിട്ട് എടുക്കുന്നില്ല? 18 മക്കളായി വിളിച്ചിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തിനാണ് പഠിക്കുന്നത്? +1 നിങ്ങൾ 10 കഴിഞ്ഞാലല്ലേ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിലില്ല? ഇജൊന്ന് പറഞ്ഞേ. നിനക്കിപ്പോ എത്ര വയസ്സായി? എടാ, നീ ചോറൊന്നല്ലേ തിന്നുന്നത്? നീ എന്താണ് നിക്കുന്നത്? ഞാൻ എന്ത് നക്കൂജാരടാ ചോദിച്ചാ നായിയെ? ഈടോ ഞാൻ നിന്റെ നായി. എടാ, നിന്നെ പഠിപ്പിക്കുന്ന ഒരു സാറാടാ ഞാൻ. ഏത് സാറാ? എനിക്ക് മനസ്സിലായിക്കണ്. ഇതിപ്പോ ഇന്റെ കൂട്ടത്തിലൊരുത്തോ എനിക്ക് തന്നെ വിളിച്ചു കണ്ട് മട്ടിച്ചാണെന്ന് മനസ്സിലായിക്കണ്. എടോ നീ എന്താണ് ചെങ്ങയ്യ? ഇജൊന്ന് ചിലക്കാ പോകോ? എടോ, നിന്റെ 10-28 വയസ്സ്. എനിക്കൊരു ഭാര്യ, 2 മക്കളുണ്ട്. അതിനിപ്പോ മൂത്തോക്കിയാണ് നീ മക്കളുണ്ടാക്കി തരണോ? കുറച്ച് എന്തേ മക്കളുണ്ടാക്കി തരണോ? എടോ, നിന്റെ വീടെടാ? നിന്റെ വീട് എവിടെ? മാഷെ, അവന്റെ വീട്ടിൽ കയറണം മാഷെ. ഇവൻ നീ സംസാരിക്കുന്നവന്റെ വീട്ടിൽ കയറണം. അതൊക്കെ എനിക്ക് തോന്നുന്നു. എവിടെ അവന്റെ വീട്? എവിടെ നോക്കണം? വണ്ടൂരല്ലേ? വണ്ടൂരാണ്. അവന്റെ വീട്ടിലേക്ക് കയറണം സാർ. എന്റെ വീട്ടിലേക്ക് കാര്യം സംസാരിക്കണം. നേരിട്ട് സംസാരിക്കണം. മനുഷ്യനെ വിളിച്ച് കോയാക്കണ പരിപാടി പറയുന്ന വേക്കൊക്കെ സാർ. ഇവൻ മൂത്തോക്കി പറയുന്നു. എടാ, നിന്റെ വാപ്പാന്റെ പേരെന്താ പറ? നിന്റെ വാപ്പാന്റെ പേര് ഞാൻ പറഞ്ഞില്ല. എടാ, നിന്റെ അണ്ടിക്ക് അത്ര ചൊപ്പുണ്ടെ നിന്റെ വാപ്പാന്റെ പേര് പറയണോ? എടോ, മാഷാണെന്ന് ഞാൻ നോക്കൂല. മാഷാണെങ്കിൽ മാഷിന്റെ രീതിയിൽ വർത്താനം പറയണം. എടാ, തന്നോട് ഞാൻ മാഷിന്റെ രീതിയിൽ സംസാരിക്കും. താൻ മെക്കിട്ട് കയറുക, മെക്കിട്ട്. അതിന് നിങ്ങള് മാഷാണെന്ന് എന്താ എനിക്ക് ഇത്ര ഉറപ്പ്? തന്റെ വീടിന്റെ നമ്പർ പറ. നീ വണ്ടൂർ എവിടാ? പറ. വണ്ടൂര് ഞാൻ എറിയാട്. എവിടെ? എറിയാട് കാട്ടണ്ടോ? എറിയാട് ആ വെണ്ണപ്പമ്പിന്റെ അവിടെ. അവിടേക്ക് ഞാനൊന്ന് വരാം. നീ അവിടേക്കൊന്ന് ഇറങ്ങി നിൽക്ക്. നിന്റെ സംസാര രീതി എനിക്കൊന്ന് കാണാം. നിന്റെ ഉമ്മാനിപ്പാൻ എനിക്ക് നേരിട്ട് കാണാം. വെറുതെ വിളിച്ചു നീ വല്ലാതെ ഡയലോഗ് അടിക്കണ്ട. കൊറേ നേരല്ലേ കഴിഞ്ഞൊല്ലം ഞാൻ ഒരു കുട്ടിയെ തച്ചു കൊന്നിക്കണേ. ഇത് വെറുതെ മേക്കിട്ട് കയറണ്ട. വല്ലാതെ ചെലക്കാട് ആരാണെന്ന് ശരിക്ക് പറഞ്ഞു. ഹലോ, ഇത് +1 പഠിപ്പിക്കുന്ന സാറാ. എന്റെ വാപ്പയാണ് സാറ്. കൊറേ നേരമായിട്ട് സാറ് അറിയുന്നു. ഹലോ, എന്താണ്? ഹലോ, നിങ്ങള് എടാ മോനെ, നിന്റെ ചിലപ്പോ ഏട്ടനൊക്കെ പഠിപ്പിക്കും ഞാൻ. ഏട്ടന്മാരെ നീ ഒന്നുമല്ല എനിക്ക്. നീ ഫോണിൽ കൂടി സംസാരിക്കുന്നു. ഞാൻ മറ്റവരോട് നേരിട്ട് സംസാരിക്കും. എന്നിട്ട് നീ ഫോണിൽ കൂടി കളകളാ പറയുന്നു. ആയിക്കോട്ടെ, ഫോണിൽ കൂടി വർത്താനം ഒന്ന് കേക്കടോ. നിന്റെ അണ്ടിക്കുറപ്പുണ്ടായി. നീ വീടിന്റെ അവിടേക്ക് ഞാൻ വരാം. നീ വീടിന്റെ അവിടേക്ക് ഇറങ്ങി നിൽക്കൂ. ഞാൻ ഇറങ്ങിക്കും. പക്ഷേ നിന്റെ നോട്ട് ഇതുവരെ കംപ്ലീറ്റ് ആണോ? നോട്ട് കംപ്ലീറ്റ് ആണോ ഇല്ലെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കാരണം നിന്റെ നോട്ട് കംപ്ലീറ്റ് ആണ് മോനെ.
ഇന്റെ നോട്ട് കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എവിടെ എല്ലാവരും നോട്ടും വാട്സപ്പിൽ വിടുമ്പോ നിന്റെ നോട്ട് കാണാനില്ല. ഇത് 1-2 ദിവസമാണെങ്കിൽ ഓക്കെ, ഇതൊരു ക്ലാസ് തുടങ്ങിയിട്ട് കിട്ടിയില്ല ബുക്ക് കിട്ടിയില്ല. ബുക്ക് എനിക്ക് കിട്ടിയില്ല. എത്ര കുട്ടിയാണ് നീ കള നീ വെറുതെ മെക്കിട്ട് നിങ്ങൾ പറയുന്ന കേക്ക് കിട്ടിയിടും ബുക്ക് വിളിക്കാൻ നിക്കട്ടാ. സീന് വേറെയാണ്. എന്റെ വാപ്പാന്റെ പ്രായം ഉണ്ട് എനിക്ക്. ഇത് പറയങ്ങയ്യേ ഇത് ആരാണെന്ന് ശരിക്കും പറഞ്ഞോക്കാ. ഈ വെറുതെ പഠിപ്പിക്കുന്ന മാഷാടാ. ലത്തീഫ് മാഷാണ്. ലത്തീഫ് മുഹമ്മദ് ലത്തീഫ് മാഷ്. മുഹമ്മദ് ലത്തീഫ് ഭ്രാന്ത് പിടിപ്പിച്ചണ്ട. ഓക്കെ നോട്ടും എല്ലാവരും പളപള ചിറക്കുന്ന ചെക്കന്മാരെ നോട്ടൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു ഞമ്മള്. കിട്ടിയാണ് നിങ്ങളൊക്കെ പഠിക്കുന്ന ചിന്തല്ലേ. ഞാൻ പഠിക്കാക്ക നിങ്ങൾ എന്തിനാ നോക്കണ്? എടോ നീ ആരോടാ സംസാരിക്കുന്ന അറിയോ? നീ സ്കൂളിൽ ചെന്ന് ചേർന്ന് നീ എന്തിനാ സ്കൂൾ വന്ന്? ഞങ്ങളെ സ്കൂൾ വന്ന് നീ എന്തിനാ ചേർന്നത് പറ. അതിന് നീ ഉത്തരം പറ. ഞാൻ ചേർന്നതല്ല, എനിക്ക് കിട്ടിയതാണ്. ഞാൻ 10ൽ പഠിച്ചിണ്ടായിക്കാണ്ട് കിട്ടിയതാണ് എനിക്ക് കേട്ടോ. പിന്നെ അവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം. എന്നാ നിങ്ങൾ ഒഴിവാക്കിയാ ഒന്ന് കാണാം. അതിന് ഞാൻ കാണിച്ചു തരാം. നിന്റെ ഡയലോഗ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും കാട്ടൂല. ഇജെന്ന് പറഞ്ഞ് നിക്കണ്ട. നിന്റെ ഉപ്പാന്റെ പ്രായം ഉണ്ട് എനിക്ക്. അത് കേൾക്കുമ്പോ എനിക്ക് തലപ്പിരാന്ത കയറി. ഇജെന്ന് നീ തന്നെ പറയും. ഇജത്തെ കാട്ടുക കാട്ടുക. എടോ ക്ഷമക്ക് എന്താടാ ഒരു സാറാണല്ലോ. എന്നിട്ട് ചമക്ക് അറിഞ്ഞോളി. എന്തേ പറഞ്ഞല്ലേ വെച്ചോ. നിനക്കുള്ള പണി ഞാൻ വൈകാതെ തരൂട്ടാ. നിനക്ക് ഞാൻ തരാം ട്ടാ. നീ എത്ര വളർന്നിക്കണ എനിക്കൊന്ന് കാണണം. വളർന്നതൊക്കെ ഞാൻ കാട്ടി തരണ്ട്. നിങ്ങൾ വരി. നിനക്ക് ഈ ഫോണിലുള്ള ഈ കള എന്ന് ചിലക്കാനില്ല അനുവാദം. പറയണ കേക്കി 2 ദിവസം മുമ്പ് വേറൊരുത്തം വിളിച്ചുകാണ്ട് എനിക്ക് മട്ടിച്ചു. വെറുതെ ഓരോന്ന് പറഞ്ഞുകാണ്ട് ഞാനും അതിനനുസരിച്ച് നിന്നു. ഇപ്പോഴും അതേമാതിരത്തെ കോളാണ് എനിക്ക് മനസ്സിലാക്കണേ. ഇനി ഇമാതിരി കോളേറ്റ് വന്നാൽ ഉറപ്പാണ് അന്നെ കണ്ടുപിടിച്ച് അടിച്ചു. ഉറപ്പാണ്. ഹലോ, ഇത് ലത്തീഫ് മാഷയുടെ മോനെ. എന്റെ വാപ്പയാണ്. വാപ്പ നോക്കി ലത്തീഫാണായാലും മുജീബായാലും ഏത് എടാ മോനെ. എന്താ മോനെ? എടാ നീ എന്നെ തലപ്പിലാന്ത് കടിക്കണ്ട. എനിക്ക് പല കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിലാണ് എനിക്ക് വിളിച്ചാണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്ന് വെച്ചു പോകുവോ? വെച്ച പോ